2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച മുന്നേറ്റമുണ്ടായതിൽ ഏറെ നിർണായകമായത് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കാണ്. 2024 എന്ന് മാത്രമല്ല, എപ്പോഴും കോൺഗ്രസിനോ UDFനോ അടിപതറിയിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ ലീഗിന്റെ വലിയ പിന്തുണയുണ്ടായിട്ടുണ്ട്. എന്നാൽ തിരിച്ച് ലീഗിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസ് കൂടെ ഉണ്ടായിരുന്നില്ല എന്ന ആക്ഷേപം പലപ്പോഴായി ലീഗ് പരസ്യമായി ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ന്യൂനപക്ഷ വിരുദ്ധ ബിൽ പാസാക്കുന്ന സമയത്ത് കോൺഗ്രസ് മൗനം പാലിച്ചിരുന്നു. ന്യൂനപക്ഷത്തിന് വെല്ലുവിളിയായി ഉയരുന്ന പല കാര്യങ്ങളിലും കോൺഗ്രസ് മൗനം പാലിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും കൃത്യമായ നിലപാട് സ്വീകരിക്കാനാകാതെ കോൺഗ്രസ് ലീഗിനെ തഴയുന്നതായി ലീഗ് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുകയാണെങ്കിൽ ലീഗ് 3ാം സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസ് ലീഗിന് 3ാം സീറ്റ് നൽകാൻ തയ്യാറായില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലീഗിനെ കോൺഗ്രസ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണെങ്കിലും വയനാട് ലോക്സഭാ മണ്ഡലമാണെങ്കിലും ലീഗ് ആവശ്യപ്പെടാതിരിക്കാനായി തന്ത്രപരമായ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നീട് രാജ്യസഭാ സീറ്റ് എന്ന ഉപാധിയിൽ ലീഗിന് കീഴടങ്ങേണ്ടി വരികയായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം കെ മുരളീധരന് വയനാട് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ പുകച്ചിലുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുരളീധരന് പിന്തുണ അറിയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ മുഖത്തിന് ക്ഷീണമേൽക്കാത്ത വിധത്തിൽ ലീഗ് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ അതേസമയം തന്നെ ലീഗിന് UDFിൽ നിൽക്കുന്നിടത്തോളം കാലം വളർച്ചയുണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ലീഗിന് എതിരെ ഉയർന്നു വരുന്ന വിമർശനം. ഒരു നല്ല മാറ്റം വേണമെങ്കിൽ മാറി ചിന്തിക്കുക തന്നെ വേണമെന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ അബ്ദുൽ സലാം പറഞ്ഞു. അത്തരമൊരു മാറ്റം ലീഗിന് നൽകാൻ ആകെ സാധിക്കുന്നത് NDA മുന്നണിക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ NDAയിലേക്ക് വലിയ ഒഴുക്ക് കാണാൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിലും അതിനുശേഷമാണെങ്കിലും ഈ ഒഴുക്കിന് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. ദേശീയ തലത്തിൽ മത്സരിച്ച 9 സ്വതന്ത്രരാണ് കഴിഞ്ഞ ദിവസം NDA സഖ്യത്തിൽ ചേർന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും NDA എന്ന മഹാസഖ്യം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിന് ക്ഷണം ലഭിച്ചു എന്ന് പറയുന്നതിൽ തർക്കമില്ല. മുസ്ലിം ലീഗിനെ NDAയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് മലപ്പുറം BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ അബ്ദുൽ സലാം. മലപ്പുറത്തെ MP-മാരും മുസ്ലിം ലീഗ് നേതാക്കളും മാറി ചിന്തിക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ വികസനം വരികയുള്ളൂവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് വൻ മുന്നേറ്റമുണ്ടാക്കാൻ NDAയ്ക്ക് കഴിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു. കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് NDA ഭരണം മുന്നേറുന്നത്. 2047 വരെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന അജണ്ട വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യം നടത്തിയ കള്ളപ്രചരണമാണ് അവർക്ക് ഇത്രയേറെ സീറ്റുകൾ നേടാനായത്. മോദി മുസ്ലിം സമുദായത്തിന്റെ ശത്രുവാണെന്ന തരത്തിൽ അവർ പ്രചരിപ്പിച്ചതോടെ ആ വിഭാഗത്തിന്റെ വോട്ടുകൾ വൻതോതിൽ ഇന്ത്യ സഖ്യത്തിന് നേടാനായെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് ഇത്തവണ BJP സ്ഥാനാർത്ഥി 85,361 വോട്ടുകൾ നേടിയിരുന്നു. വോട്ട് ശതമാനം 7.87% ഉയർത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച AP അബ്ദുള്ളക്കുട്ടിയേക്കാൾ 20,000-ലധികം വോട്ടുകളാണ് ഡോക്ടർ അബ്ദുൽ സലാം നേടിയത്. തൃശ്ശൂരിൽ കെ മുരളീധരന് ഏറ്റ തോൽവി UDFിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ലീഗിന് മുന്നിൽ വലിയൊരു ഓഫർ വെച്ചുകൊണ്ട് അബ്ദുൽ സലാം രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ UDF മുന്നണിയെ കുഴപ്പിക്കുകയാണ്.